ഞാനുണ്ടല്ലോ വെറുതെ ഇങ്ങനെ പായസവും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. അത് നിങ്ങളെയും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരുത്തനുണ്ടല്ലോ കുറേ നേരമായി ഒരുത്തിയുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. അവളാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇവനെ പുറകെ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഈ നമ്മുടെ ഈ പൂച്ചപ്രേമവും കണ്ടുകൊണ്ടിരുന്ന ഉച്ചക്കത്തെ ഞങ്ങളുടെ ഞം ഞം പരിപാടി ഒന്നും നടക്കത്തില്ല. ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ സിലോപ്പിയാണ്. മീൻ വാങ്ങിക്കാൻ ചെന്നപ്പോഴാണ് മീൻകാർ സമരമാണെന്ന് അറിഞ്ഞത്. ഞങ്ങൾ കുറേ തപ്പി നടന്നിട്ടാണ് ഈ സിലോപ്പി എങ്കിലും കിട്ടിയത്. പിന്നെ അങ്ങനെ തേങ്ങയും മുളക് അരച്ച് വെക്കാമെന്ന് വെച്ചു. ഇതും തേങ്ങയും മുളക് അരച്ച് മാങ്ങ ഇട്ട് വെക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ എൻ്റെ ഈ മാങ്ങ ഇല്ലാത്തത് കൊണ്ട് കുടംപുളി ഇട്ട് കറി വെച്ച്. പിന്നെ ഒരു 3-4 മീനെടുത്ത് ഞാൻ വറുക്കാനായിട്ട് പുരട്ടി വെച്ചു. വലിയ പാൻ ആയതുകൊണ്ട് ഒറ്റ ട്രിപ്പിന് തന്നെ നമുക്ക് 4 മീൻ വറുക്കാൻ പറ്റി കേട്ടോ. ഒരു മീൻ കഴിച്ചാൽ മതി, അപ്പോഴേക്കും നമ്മുടെ വയറ് നിറയും. അത്രയും വലിയ മീനാണ്. അങ്ങനെ മീനൊക്കെ വറുത്തു. ഇന്നലത്തെ കുറച്ച് കുറിച്ചും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് വറുത്ത് കേട്ടോ. അങ്ങനെ കുറച്ച് ചോറും എടുത്തു, മീനും എടുത്തു. മീൻ ആ പാത്രത്തെക്കാട്ടിലും വലിപ്പമായിരുന്നു. പിന്നെ മീനും എടുത്തു, കുറച്ച് മോര് കാച്ചിയതും ഉണ്ടായിരുന്നു, വാഴക്കൂമ്പ് തോരനും ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. നമ്മുടെ പൂച്ചയുടെ കാര്യം എന്തായെന്ന് പിന്നെ ഒന്നും അറിഞ്ഞില്ല കേട്ടോ.